ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാനിന്ന് വന്നിട്ടുള്ളത് മധുരക്കിഴങ്ങ് പൊരിച്ചതിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമുക്കിത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും. വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അതുപോലെ മധുരക്കിഴങ്ങ് നമ്മുടെ ഹെൽത്തിന് ഏറ്റവും നല്ലതാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ടേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അതിൽ ബെല്ലൈക്കൺ വരും, അതൊന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ടേക്ക് കടക്കാം. ഇതിന് വേണ്ടിയിട്ട് മധുരക്കിഴങ്ങ് സ്വീറ്റ് പൊട്ടാറ്റോ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഞാൻ ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ടായിട്ട് കട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് കടലപ്പൊടി വേണം. നിങ്ങളിപ്പോൾ കടലപ്പൊടിയിൽ മാത്രം ചെയ്യുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ കടലപ്പൊടി എടുക്കാം. ഞാനിപ്പോൾ കുറച്ച് മൈദപ്പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കറിവേപ്പിലയും മല്ലിയില, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, വലിയ ജീരകം, ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിന് ആവശ്യമായിട്ട് ഉള്ളത്. അപ്പോൾ നമുക്കിതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് ഇതേപോലെ കുറച്ച് വലുപ്പമുള്ളൊരു ബൗളെടുക്കാം. അതിലേക്ക് കടലപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കടലപ്പൊടിയും അതുപോലെ മൈദപ്പൊടിയും വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കടലപ്പൊടി മാത്രമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് കുറച്ച് കൂടുതൽ എടുത്താൽ മതിയാവും. കുറച്ച് മൈദപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നിങ്ങളുടെ എരിവ് അനുസരിച്ച് ചേർത്താൽ മതിയാവും. ഇനി 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിയില, കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി 1/4 ടീസ്പൂൺ വലിയ ജീരകം, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളെ പഴംപൊരിക്കൊക്കെ ആക്കുന്ന ഒരു ബാറ്ററില്ല, ആ ഒരു ബാറ്റർ പോലെ ആക്കിയെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബാറ്റർ അധികം ലൂസായി പോകരുത്. നമ്മുടെ പഴംപൊരിൻ്റെയൊക്കെ ബാറ്ററിൻ്റെ അതുപോലെ ആയിരിക്കണം, അധികം ലൂസായി പോകരുത്. കുറച്ച് തിക്കായിട്ടാണ് നമ്മുടെ ഈ ബാറ്റർ വേണ്ടത്. അപ്പം ഞാൻ ഇവിടെ ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മധുരക്കിഴങ്ങ് ഇതിലോട്ടേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലോട്ടേക്ക് സ്വീറ്റ് പൊട്ടാറ്റോ ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിൽ നന്നായിട്ട് ഈ മസാല ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ചെയ്യുന്നത്. അതായത് നമ്മുടെ ബാറ്റർ ലൂസായി പോകരുത് കേട്ടോ. അധികം ലൂസായി കഴിഞ്ഞാൽ നമുക്കിത് കറക്റ്റായിട്ടുള്ള ഒരു ഇതിൽ കിട്ടൂല. അതുകൊണ്ട് നമ്മുടെ ബാറ്റർ അധികം ഒന്ന് ലൂസായി പോകരുത്, നല്ലൊരു തിക്കിലാണ് കിട്ടേണ്ടത്, അധികം തിക്കാവരുത്. ഇപ്പം നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇതിൽ ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് വെക്കുന്നത്. ഉപ്പും അതേപോലെ മസാലകളൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു അരമണിക്കൂർ മാറ്റി വെക്കാം. ഇതിപ്പോൾ അരമണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം എടുത്തതാണ്. ഇതിപ്പോൾ ഉപ്പ് നന്നായിട്ട് എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു പാനിൽ കുറച്ച് നെയ്യ് ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മളിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന്
നമ്മൾ ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. നമ്മളിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും. ഇതിപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആവുകയും ചെയ്യും. നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് എണ്ണയില്ലാതെ കോരി മാറ്റാം. ഇതേപോലെ ഞാൻ എല്ലാം എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള ബാച്ചും കൂടി ഇതേപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതേപോലെ മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ കമൻറ്റ് അറിയിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. എന്നാൽ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും. താങ്ക്